ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വിശേഷ ദിവസമാട്ടോ. എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ ചൊവ്വായിട്ട് നടക്കുകയാണേ. ചൊവ്വായിട്ട് എന്ന് പറയുമ്പോൾ ചിലവർക്ക് അറിയായിരിക്കും, അപ്പോൾ ചിലവർക്ക് അറിയില്ല. അപ്പോൾ എന്താ ഈ ചൊവ്വായിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞാൻ റെഡിയായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. ബസ് കുറച്ച് നേരത്തെ വരുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ബസ് വരാൻ വൈകി. പിന്നെ കുറേ നേരം അവിടെ നിന്നിട്ടാണ് ഞാൻ സ്ഥലത്തെത്തിയത്. നിങ്ങൾ വിചാരിക്കും അമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ വല്ല എറണാകുളം തൃശ്ശൂരൊക്കെ ആയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് 4 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അത്ര അടുത്താണ്. അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് ഊട്ടായതുകൊണ്ട് എൻ്റെ മാമന്മാരും അമ്മായിമാരും പുറത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഈ ചൊവ്വായൂട്ടിനെ കുംഭാഭിഷേകത്തിനൊക്കെയാണ് അത്യാവശ്യം കുടുംബക്കാരെല്ലാവരും ഉണ്ടാവുക. അങ്ങനെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ ചടങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ പൊങ്കാലയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു ചടങ്ങ് തന്നെയാണ്. നമ്മൾ പൊങ്കാല എത്തിച്ചു കൊടുക്കില്ല ആറ്റുകാലമ്മയ്ക്ക്, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ തോലന്നൂർ ഭഗവതി ശ്രീ കുറുമ്പ ഭഗവതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കൊല്ലവും ഈ മാസം, ഈ വൃശ്ചിക മാസം ചൊവ്വായൂട്ട്, അതായത് പൊങ്കാല കഴിപ്പിച്ച് ദേവിക്ക് സമർപ്പിക്കും കേട്ടോ. അത് ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന ഒരു അനുഷ്ഠാന ആചാരമാണ് കേട്ടോ അത്. പിന്നെന്താ, അത് കഴിഞ്ഞ് ഇവർ നമ്മൾ പച്ചരിയില്ല, അതാണ് സാധാരണ പൊങ്കാല വയ്ക്കുന്ന പോലെ തന്നെ പച്ചരിയാണ് ഇതിൻ്റെ മെയിൻ. അങ്ങനെ പച്ചരിയൊക്കെ വെച്ച് അടുപ്പിൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നല്ല വിശപ്പ് വന്നു. അപ്പോൾ ഞാൻ എന്താ കിട്ടി, എൻ്റെ കസിൻ മൃദുലിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തായി, ഒരു കട്ടൻ ചായയും ഒരു മുറുക്കും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴേക്കാണ് ഇറച്ചി പങ്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും അമ്പലത്തിലോട്ട് വന്നു. പിന്നെ ഇറച്ചിയൊക്കെ പങ്കി ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അതായത് ഇറച്ചി പങ്കിടുന്നു വന്നിട്ട് ശരിക്കും ത്രാസിലാണ് കേട്ടോ. അതായത് ഈ 10-20 വീടുണ്ട് പറയില്ലേ, അവിടെ ഓരോരുത്തരും ഓരോ ചട്ടിയാണ് വെക്കുക. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും കറക്റ്റായിട്ട് വീതിക്കണം. അങ്ങനെ അമ്പലത്തിൽ വകയുള്ള ഫുഡ് റെഡിയായി. അങ്ങനെ അവിടുത്തെ കാരണവരാണ് കേട്ടോ, ചിന്നമാമൻ പറയും, പുള്ളിക്കാരനാണ് കേട്ടോ വിതരണം ചെയ്യണത്. പിന്നെ ഞങ്ങൾ വെച്ച ഭക്ഷണം, അതായത് ഈ 10-20 വീട്ടുകാരും വെച്ച ഭക്ഷണവും റെഡിയായി. അങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ ഞങ്ങൾ പായും ഇലയൊക്കെ കൊണ്ടുപോകും. അതൊക്കെ ഇട്ടിട്ട് എല്ലാ കുടുംബക്കാരും സ്നേഹത്തോടെ വിളമ്പും കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഇലയിൽ തന്നെ നിറയെ കറികളൊക്കെ ആവും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് ഒരു 6 മണിയാകുമ്പോൾ കാവ് കയറാം കേട്ടോ. നമ്മൾ ചട്ടിയൊക്കെ തലയിൽ വെച്ചിട്ട് 3 വലം ചുറ്റിയിട്ട് നമ്മൾ കാവ് കയറണം. എന്താണെന്ന് പറഞ്ഞാൽ കാവിൽ പിന്നെ നമ്മൾ ഒരാഴ്ച കഴിയാതെ തിരിച്ചു വരാൻ പാടില്ല എന്നാണ്. 7ാം പൂജയ്ക്ക് പൂജിച്ച ശേഷം നമ്മൾ മടക്കി വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ 3 വലം ചുറ്റി ദൈവങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളിയിട്ടാണ് കേട്ടോ നമ്മൾ കാവിൽ നിന്ന് പുറത്ത് വരിക. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വർഷമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി നേരാമണ്ണം ആഘോഷിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കാവുകറിന് മുമ്പായിട്ട് പടക്കം പൊട്ടലും കമ്പിത്തിരിയും പൂത്തിരി കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മറക്കാനാകാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ.